ഹായ് ഓൾ. ഇന്ന് നമ്മൾ നമ്മുടെ STM32 മൈക്രോ കൺട്രോളറിനകത്ത് നമുക്ക് കോഡ് ചെയ്യാനായിട്ട് എങ്ങനെ നമുക്കൊരു വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യാം, അതിന് യൂസ് ചെയ്യേണ്ട ടൂൾ ഏതാണ്, അതിനകത്ത് എങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള കുറച്ച് ബേസിക് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോനകത്ത് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. സോ ഓൾറെഡി നിങ്ങൾ അതിൻ്റെ സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ ഇൻസ്റ്റാളേഷൻ വീഡിയോ എല്ലാം നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ഞാൻ ആദ്യം തന്നെ ആ സോഫ്റ്റ്വെയർ ഒന്ന് ഓപ്പൺ ചെയ്യാം, എന്നിട്ട് നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഇതിനകത്ത് നമുക്ക് പ്രൊസീഡ് ചെയ്യാന്നുള്ളത്. സോ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള STM32 ഇങ്ങനെ ഒരു ST മൈക്രോ കൺട്രോളറിൻ്റെ ഇതിനകത്ത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള STM32 IDE ക്യൂബ് IDE നിങ്ങൾക്ക് എടുക്കാം. ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ ഐക്കൺ വരെ. എൻ്റെ ലിനക്സ് ആണ്. സോ അതിനകത്ത് ഞാൻ STM സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് ഇങ്ങനെ വന്നു. നിങ്ങളുടെ അതിനകത്ത് വിൻഡോസ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റാർട്ടിനകത്ത് പോയിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം. സോ ഞാൻ ആദ്യം തന്നെ ഇത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, സോ STM32 ക്യൂബ് IDE ഇങ്ങനെ വരും. സോ ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ നമ്മുടെ ഫോൾഡർ, നമ്മുടെ വർക്ക് സ്പേസ് ഫോൾഡർ എവിടെയാണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കണം. സോ നിങ്ങളുടെ അതിനകത്ത് നിങ്ങൾ ഓൾറെഡി നിങ്ങളൊരു ഗിറ്റിനകത്തോട്ടൊക്കെ പുഷ് ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടറി നിങ്ങൾക്ക് ഉണ്ടാവും. അതിനകത്ത് തന്നെ നിങ്ങൾക്ക് പുതിയൊരു ഫോൾഡർ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. സോ ഞാനിവിടെ ചൂസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ ഡോക്യുമെൻറ്റ്സിനകത്തൊരു ഫോൾഡറാണ് ഞാൻ ചൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഞാനിവിടെ നിങ്ങൾക്ക് ഇവിടെ പോയിട്ട് ബ്രൗസ് ചെയ്തിട്ട് ഇതിനകത്ത് പോയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചൂസ് ചെയ്യാം, കാര്യങ്ങളൊക്കെ ചെയ്യാം. സോ ഞാനിവിടെ ഒരു കാര്യം ചെയ്യാൻ പോകണം. ഞാനിവിടെ പുതിയൊരു ഫോൾഡർ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. സോ അതിൻ്റെ പേര് ഞാൻ വെറുതെ STM32 സെഷൻ 1 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഞാനൊരു ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ആൻഡ് ഞാൻ ആ ഫോൾഡറാണ് ചൂസ് ചെയ്യുന്നത് എൻ്റെ ഡയറക്ടറി ആയിട്ട്, എൻ്റെ വർക്ക് സ്പേസ് പാത്തായിട്ട് ഞാനിപ്പോൾ തൽക്കാലത്തിന് ആ ഫോൾഡറാണ് ഞാനിവിടെ ചൂസ് ചെയ്യുന്നത്. ആൻഡ് ഞാനിവിടെ ലോഞ്ച് എന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്തു. ഈ ലോഞ്ച് എന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എൻ്റെ ഇതിനകത്ത് വേർഷൻ 1.19.0 ആണെന്ന് നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ വേർഷൻ ചിലപ്പോൾ വേറെ ആയിരിക്കും. സോ അതനുസരിച്ചുള്ളൊരു വിൻഡോ ആയിരിക്കും വരുന്നത്. പിന്നെ എസ്പെഷ്യലി എൻ്റെ ലിനക്സ് ആയതുകൊണ്ട് തന്നെ ചെറിയ ഗ്രാഫിക്കൽ ഇൻ്റർഫേസിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. സോ അത് നിങ്ങൾ നോക്കുക. ബട്ട് ഓപ്ഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. സോ ഇങ്ങനൊരു വിൻഡോ ആണ് എനിക്ക് ഓപ്പൺ ആയി വന്നിട്ടുള്ളത്. ഇങ്ങനൊരു വിൻഡോ ഓപ്പൺ ആയി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് നമ്മുടെ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാർട്ട് ന്യൂ STM32 പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ അതിനകത്ത് ഈ സെൻറ്ററിൽ തന്നെ ഉണ്ടാവും ആ ഓപ്ഷൻ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫയലിനകത്ത് പോയി എടുക്കാം. സോ ഞാനിവിടെ ഈ ഓപ്ഷനാണ് ചൂസ് ചെയ്യുന്നത്. സ്റ്റാർട്ട് ന്യൂ STM32 പ്രൊജക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. സോ ഇത് ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊന്ന് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. കുറച്ച് കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നുണ്ടാവും. ക്യൂബ് ഫൈൻഡറിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നുണ്ടാവും. പിന്നെ ആ ഡൗൺലോഡ് ചെയ്തതിനെ അൺസിപ്പ് ചെയ്തിട്ടൊക്കെയാണ് അത് ഇതാവുക. സോ നമ്മൾ ഓൾറെഡി എൻ്റെ വൈഫൈ കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ അങ്ങനത്തെ കുറച്ച് അൺസിപ്പിംഗ് പരിപാടികളൊക്കെ നടക്കും. നിങ്ങളുടെ അതിനകത്താണെങ്കിലും ചിലപ്പോൾ അങ്ങനെ ഒരു ഇത്തിരി ടൈം എടുക്കാൻ വേണ്ടിയിട്ട് സാധ്യത ഉണ്ട്. അത് വന്നു കഴിഞ്ഞാൽ ഇനീഷ്യലൈസിങ് STM32 ടാർഗറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഇത് വരും. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. ഇപ്പം നിങ്ങൾക്കും ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ടാവും. സോ നമ്മൾ ഫസ്റ്റ് ഇതിനകത്ത് ചെയ്യേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ഇവിടെ MCU MPU സെലക്ടർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന മൈക്രോ കൺട്രോളർ അല്ലെങ്കിൽ മൈക്രോ പ്രൊസസ്സർ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണിത്. ഇവിടെ നമുക്ക് സെർച്ച് ചെയ്ത് കൊടുക്കാം നമ്മുടെ മൈക്രോ കൺട്രോളർ ഏതാണ്, മൈക്രോ പ്രൊസസ്സർ ഏതാണെന്നുള്ളത് സെർച്ച് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ സെർച്ച് ചെയ്ത് കൊടുക്കാം. പക്ഷെ നമ്മൾ ഇത് പഠിക്കാനായിട്ട് ഒരു ബോർഡാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഓൾറെഡി ഒരു ഡെവലപ്മെന്റ് ബോർഡും കാര്യങ്ങളും ഉണ്ട്. സോ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഒരു കസ്റ്റം MCU MPU ബോർഡല്ല നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു ബോർഡല്ല നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. ഓൾറെഡി ST മൈക്രോ കൺട്രോളർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡെവലപ്മെന്റ് ബോർഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ കയ്യിലൊക്കെ ഇങ്ങനെ ഒരു വൈറ്റ് കളറിൽ ഇങ്ങനെ ഒരു ബോർഡ് ഉണ്ടാവും. ഇതായിരിക്കും നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ പേര് ന്യൂക്ലിയോ ബോർഡ് എന്നാണ്. സോ നമുക്ക് MCU MPU ഫിൽറ്റേഴ്സിൻ്റെ ആവശ്യമില്ല, അത് ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി, നമുക്ക് നേരെ ബോർഡ് സെലക്ടേഴ്സ് യൂസ് ചെയ്യാം. ഇവിടെ ഇത് നമുക്ക് ചൂസ് ചെയ്യാം. ബോർഡ് സെലക്ടർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ചൂസ് ചെയ്യാം. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ബോർഡ് സെലക്ടറിനകത്ത് ക്ലിക്ക് ചെയ്യുക. സോ ഈ ബോർഡ് സെലക്ടറിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അഗെയിൻ ഇങ്ങനെ ഒരു ഇത് വരും. ഇതിനകത്ത് നമുക്ക് നമ്മുടെ ബോർഡ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സെർച്ച് ചെയ്യാനായിട്ട് പറ്റും. ഏതൊരു പാർട്ട് നമ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് നമ്മുടെ ബോർഡ് ഏതാണെന്നുള്ളത് നമുക്ക് ഇവിടെ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം എൻ്റെ ന്യൂക്ലിയോ ബോർഡാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. സോ ഞാൻ ന്യൂക്ലിയോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്ത് ചെയ്യും, ഞാനിവിടെ സെർച്ച് ചെയ്യും. ഓക്കെ, ന്യൂക്ലിയോ ഇവിടെ സെർച്ച് ചെയ്യാം. ഇവിടെയാണ് സെർച്ച് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ന്യൂക്ലിയോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ സെർച്ച് ചെയ്യാം. ഇപ്പം ന്യൂക്ലിയോ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുന്ന സമയത്ത് കുറേ അധികം ഓപ്ഷൻസ് എനിക്കിവിടെ കാണാനുണ്ട്. സോ നിങ്ങളുടെ കയ്യിലുള്ള ബോർഡ് ഏതാണെന്നുള്ളത് നോക്കുക. നിങ്ങളുടെ കയ്യിലുള്ള ബോർഡ് ഇപ്പം ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിലായിട്ട് ഒരു സ്റ്റിക്കർ കാണാനായിട്ട് പറ്റും.
ന്യൂക്ലിയറിൻ്റെ ഒരു സ്റ്റിക്കർ, ഒരു വൈറ്റ് ഒരു സ്റ്റിക്കർ കാണാം. ഇതിനകത്ത് നിങ്ങളുടെ ബോർഡ് ഏതാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ടാവും. അതിനകത്ത് F401 അല്ലെങ്കിൽ F446 എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും. സോ അതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഏത് ബോർഡാണ് നോക്കിയിട്ട് അത് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. സോ നിങ്ങളുടെ ബോർഡ് ഏതാണെന്നുള്ളത് ഇവിടെ ചൂസ് ചെയ്യുക. F4 സീരീസിലുള്ള ഒരു ബോർഡായിരിക്കും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുക. അപ്പോൾ ആ നമ്പർ ഏതാ നോക്കിയിട്ട് ഇവിടെ അടിച്ചു കൊടുക്കുക. ഇപ്പോൾ F401 ആണെങ്കിൽ F401 എന്ന് പറഞ്ഞിട്ട് അടിച്ചു കൊടുക്കുക. F401R എന്ന് പറഞ്ഞിട്ട് അടിച്ചു കൊടുക്കാം. ഇനി അതല്ല നിങ്ങളുടെ കയ്യിലുള്ളത് F446 ആണെങ്കിൽ F446R എന്ന് പറഞ്ഞിട്ട് അടിച്ചു കൊടുക്കാം. ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചൂസ് ചെയ്യാം. സോ അത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഇത് ഇവിടെ വരും, എന്താ പറയുക, ഇമേജ് ഇവിടെ വരും. ആൻഡ് നിങ്ങൾക്ക് ഈ ഡോക്സ് ആൻഡ് റിസോഴ്സ് എന്ന് പറയുന്ന സെക്ഷൻ, ഡാറ്റ ഷീറ്റ് എന്നൊക്കെ പറയുന്ന കുറച്ച് സെഷൻസ് ഇവിടെ ഉണ്ടാവും. സോ അതിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഇത് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ലൈക്ക് ഇതിൻ്റെ റിസോഴ്സസ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ F446RE എന്ന് പറയുന്ന ബോർഡാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഈ F446REയുടെ ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ ലൈസൻസ് അഗ്രിമെൻറ്റ്, അതേപോലെ തന്നെ ബിൽ ഓഫ് മെറ്റീരിയൽസ്, ബോർഡ് മാനുഫാക്ചറിങ് സ്പെസിഫിക്കേഷൻ, അങ്ങനെ കുറേ അധികം യൂസർ മാനുവൽ ഇവിടെ ഉണ്ട്, സ്കീമാറ്റിക് ഇവിടെ ഉണ്ട്, അതിൻ്റെ കുറച്ച് പ്രസൻറ്റേഷനും പ്രൊഡക്റ്റ് സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, ടെക്നിക്കൽ നോട്ട്സ് ഉണ്ട്. അങ്ങനെ എല്ലാവിധ ഡോക്യുമെൻറ്റ്സും എനിക്ക് ഇവിടുന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഇവിടെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഡാറ്റ ഷീറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഡാറ്റ ഷീറ്റ്സിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഡാറ്റ ഷീറ്റ്സിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഇത് കിട്ടും. ഇത് ഡൗൺലോഡ് ചെയ്തിടുക, നിങ്ങളുടെ ഇതിനകത്തോട്ട് ഡൗൺലോഡ് ചെയ്തിടുക. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഈ ഡാറ്റ ഷീറ്റ് നമ്മൾ നമ്മുടെ ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. സോ അത് ഡൗൺലോഡ് ചെയ്തിടുക. ആൻഡ് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഡോക്സ് ആൻഡ് റിസോഴ്സസിനകത്ത് നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് നിന്ന് ഏതെങ്കിലും വേണമെങ്കിൽ അതും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിനകത്ത് യൂസർ മാനുവലിനകത്ത് പോയിട്ട് ഇവിടുത്തെ ഈ രണ്ടെണ്ണം, ന്യൂക്ലിയർ ബോർഡിൻ്റെ യൂസർ മാനുവലും ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് വിത്ത്, ഇങ്ങനെ ഒരു രണ്ടെണ്ണം ഉണ്ട്, അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതും കൂടെ ഞാനൊന്ന് ഓപ്പൺ ആക്കുകയാണ്. അവിടെ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അപ്ഡേറ്റഡ് ഫയൽസ് അത് ചെക്ക് ചെയ്യും. അപ്ഡേറ്റഡ് ഫയൽസ് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഇതേപോലൊരു ഫയൽ നമുക്ക് കിട്ടും. ഓക്കെ, ഇതേപോലൊരു ഫയൽ നമുക്ക് കിട്ടും. ഇതാണ് ബേസിക്കലി അതിൻ്റെ യൂസർ മാനുവൽ എന്ന് പറയുന്ന സാധനം. ഇതിനകത്ത് കുറേ അധികം സെക്ഷൻസും കാര്യങ്ങളും ഉണ്ട്. ഹാർഡ്വെയർ ലേഔട്ട് ഉണ്ട്, കിക്ക് സ്റ്റാർട്ട് ഗൈഡ് ഉണ്ട്, അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഇതൊക്കെ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. എല്ലാ ഡോക്യുമെൻസും അവിടെ തന്നെ അവൈലബിൾ ആണ്. അതാണ് ഈ ഐഡിയയുടെ ഒരു ഗുണം. നമ്മൾ വേറെ സെപ്പറേറ്റ് ആയിട്ടൊന്നും പോയി നോക്കേണ്ടൊന്നും ആവശ്യമില്ല. ഓൾമോസ്റ്റ് എല്ലാതും നമുക്ക് ഇവിടെ തന്നെ കിട്ടും. അടുത്തൊരു ഡോക്യുമെൻ്റ് ആണിത്. സോ ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്തിട്ട് വെക്കാം. വൺസ് ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ടെക്നിക്കൽ നോട്ട്സ് ഉണ്ടാവും ഇവിടെ. അതിൻ്റെ ടെക്നിക്കൽ നോട്ട്സ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എടുക്കാം. പിന്നെ ഈ പ്രസൻറ്റേഷനകത്ത് പോയി കഴിഞ്ഞാൽ അതിന് ബോർഡ് പോർട്ട്ഫോളിയോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് ഇതിനകത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ബിൽ ഓഫ് മെറ്റീരിയൽസ് കിട്ടും, ഒരു സിപ്പായിട്ട് കിട്ടും. പിന്നെ സ്കീമാറ്റിക്സ് കാര്യങ്ങൾ കിട്ടും, ഇതിൻ്റെ കംപ്ലീറ്റ് സ്കീമാറ്റിക് പാക്ക് നിങ്ങൾക്ക് കിട്ടും. ഇതൊക്കെ കിട്ടും. സോ ഞാൻ ഈ ബോർഡ് ചൂസ് ചെയ്തു. നമുക്ക് അടുത്തതിനകത്തോട്ട് പോകാം. നമുക്കിപ്പോൾ ഒരു വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം ഞാൻ നെക്സ്റ്റ് അടിച്ചു. നെക്സ്റ്റ് അടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇത് വരും, ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊജക്ട് നെയിം കൊടുക്കാം. സോ ഞാനിവിടെ നമ്മുടെ ഫസ്റ്റ് ഇതായതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഹലോ വേൾഡ് എന്ന് പറഞ്ഞു കൊടുത്തു. എൻ്റെ നേരത്തെ ഞാൻ ചൂസ് ചെയ്ത ലൊക്കേഷൻ ഇവിടെ ഓട്ടോമാറ്റിക്കലി സെലക്ട് ചെയ്തിട്ടുണ്ട്. യൂസ് ഡിഫോൾട്ട് ലൊക്കേഷൻ ഓട്ടോമാറ്റിക്കലി ഓൺ ആണ് ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ടാർഗറ്റ് ലാംഗ്വേജ് നമ്മൾ സിയിലാണ് കോഡ് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ സി പ്രോഗ്രാമിംഗ് ചൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടാർഗറ്റഡ് ബൈനറി ടൈപ്പ്, അത് എക്സിക്യൂട്ടബിൾ എന്നുണ്ട്, സ്റ്റാറ്റിക് ലൈബ്രറി ഉണ്ട്. അപ്പോൾ അത് എക്സിക്യൂട്ടബിൾ ക്ലിക്ക് ചെയ്തിടുക. പിന്നെ ടാർഗറ്റഡ് പ്രൊജക്ട് ടൈപ്പ്, ഇതിനകത്ത് STM32 ക്യൂബ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, MT എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. STM32 ക്യൂബ് എന്ന് പറഞ്ഞിട്ട് വേറെ തന്നെ നമുക്കൊരു അതായത് STM32 ക്യൂബ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇതിനകത്ത് പെരിഫറൽസ് ഒക്കെ ഒരു GUI യൂസ് ചെയ്തിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് നമുക്ക് അങ്ങനെ അത് തന്നെ നമുക്ക് കോഡ് എഴുതി തരും. നമ്മളങ്ങനെ ഫ്രം ദ സ്ക്രാച്ച് നമ്മൾ കോഡ് എഴുതേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ ഫ്രം ദ സ്ക്രാച്ച് ഇവിടെ കോഡ് എഴുതുന്നതുകൊണ്ട് ഞാനിവിടെ MT നട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് STM32 ക്യൂബ് ആണെങ്കിൽ STM32 ക്യൂബ് എടുത്തിട്ട് നമുക്ക് പിൻ കോൺഫിഗറേഷൻ ഒക്കെ നിങ്ങൾക്ക് GUI യൂസ് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് പോയി പറയാം, ഈ പിന്നാണ് ഞാൻ GPIന് വേണ്ടി യൂസ് ചെയ്യുന്നത്, ഈ പിന്നാണ് ഞാൻ SPIക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, അങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം ഈ 32 ക്യൂബിനകത്ത്. അത് കുറച്ചും കൂടി ഈസിയാണ്. പെട്ടെന്ന് നിങ്ങളുടെ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ഡെവലപ്മെൻറ്റ് ടൈം എല്ലാം കുറയ്ക്കും. അതിന് വേണ്ടിയിട്ട് ST ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. സോ അതിനകത്ത് ഈസിലി നമുക്ക് പിൻസ് കോൺഫിഗർ ചെയ്യാൻ പറ്റും, പെരിഫറൽസ് ഒക്കെ കോൺഫിഗർ ചെയ്യാൻ പറ്റും. പക്ഷെ ഞാനിവിടെ MT ചൂസ് ചെയ്യാം. ഓക്കെ, സോ വൺസ് MT ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഫിനിഷ് കൊടുക്കാം. ഫിനിഷ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. സോ നിങ്ങളുടെ കേസിൽ ഇത് ഞാൻ ഡാർക്ക് മോഡിൽ ഇട്ടതുകൊണ്ടാണ് എനിക്കിങ്ങനെ വരുന്നത്. നിങ്ങളുടെ കേസിൽ ഇത് വൈറ്റ് കളറൊക്കെ ആയിരിക്കും, അത് ഡസൻറ്റ് മാറ്റർ. പക്ഷേ ഈ സൈഡിനകത്തോട്ട് പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ
കുറച്ച് ഫോൾഡേഴ്സ് കാണാം. അപ്പോൾ ഹലോ വേൾഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രൊജക്റ്റ് ക്രിയേറ്റ് ആയി. അതിനകത്ത് ഇൻക്ലൂഡ്സ് ഉണ്ട്, അതേപോലെ തന്നെ INC SRC എന്ന് പറഞ്ഞിട്ട് രണ്ട് ഫോൾഡേഴ്സ് ഉണ്ട്. ബേസിക്കലി INC എന്ന് പറയുന്നത് നമ്മുടെ ഹെഡർ ഫയൽസ് ഒക്കെ, ഇൻക്ലൂഡ് ഫയൽസ്, ഹെഡേഴ്സ് ഒക്കെ നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് INC. പിന്നെ ഇവിടെ SRC എന്ന് പറഞ്ഞിട്ട്, SRC നിങ്ങൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അതിനകത്ത് main.c എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കുക. സോ main.c ഓപ്പൺ ആക്കി നോക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് ഒരു വെരി ബേസിക് ലൈൻ ഓഫ് കോഡ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. സോ ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ ഡയറക്ടറി ഉണ്ടാവുന്നത്, നിങ്ങളുടെ പ്രൊജക്ട് ഡയറക്ടറി ഉണ്ടാവുന്നത്. ഇനി ഇത് നമുക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ബിൽഡ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ ജസ്റ്റ് എങ്ങനെ ബിൽഡ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഇവിടെ ജസ്റ്റ് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ബിൽഡ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. സോ ഈ ബിൽഡ് പ്രൊജക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സോ ബിൽഡ് പ്രൊജക്റ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തപ്പോൾ എനിക്ക് ഇവിടെ അത് ഈ പ്രോജക്റ്റ് ഇപ്പോൾ ബിൽഡായി. ഞാനൊന്നും ചെയ്യാത്തതുകൊണ്ട് പ്രത്യേകിച്ച് എറർ ഒന്നുമില്ല. ഇവിടെ ഒരു വാർണിംഗ് മാത്രമേ ഉള്ളൂ. സോ ആ വാർണിംഗ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള വാർണിംഗ് തന്നെയാണ്. FPU ഈസ് നോട്ട് ഇനീഷ്യലൈസ്ഡ് ബട്ട് ദ പ്രൊജക്റ്റ് ഈസ് കമ്പൈലിംഗ് ഫോർ ആൻ FPU. പ്ലീസ് ഇനീഷ്യലൈസ് ദ FPU ബിഫോർ യൂസ്. അതിനർത്ഥം FPU എന്ന് പറഞ്ഞാൽ ഫ്ലോട്ടിംഗ് പോയിന്റ് യൂണിറ്റ് ആണ്. സോ ഇവിടെ വാർണിംഗ് ആയിട്ട് വന്നിട്ടുള്ള FPU ഞാൻ ഇനീഷ്യലൈസ് ചെയ്തിട്ടില്ല, പക്ഷേ ഈ പ്രൊജക്റ്റ് കോൺഫിഗർ ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ പ്രൊജക്ട് സെറ്റിംഗ്സ് ബേസിക്കലി FPUവിന് വേണ്ടിയിട്ടുള്ളതാണ്, ഫ്ലോട്ടിംഗ് പോയിന്റ് യൂണിറ്റിന് വേണ്ടിയിട്ടുള്ള. ഫ്ലോട്ടിംഗ് പോയിന്റ് യൂണിറ്റ് എന്താണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷേ നമുക്കിപ്പോൾ ഫ്ലോട്ടിംഗ് പോയിന്റ് യൂണിറ്റ് നമ്മൾ യൂസ് ചെയ്യാത്തതുകൊണ്ട് ഇത് നിങ്ങൾക്ക് ഒഴിവാക്കി വിടാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊജക്റ്റിനകത്ത് പോയിട്ട് അതിൻ്റെ പ്രോപ്പർട്ടീസിൽ പോവുക. പ്രോപ്പർട്ടീസിനകത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ C++ ബിൽഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് പോവുക. C++ ബിൽഡിൽ സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ ഉണ്ട്. സെറ്റിംഗ്സിനകത്ത് പോവുക. സെറ്റിംഗ്സിനകത്ത് MCU MPU സെറ്റിംഗ്സ് ഇവിടെ ഉണ്ട്. അതല്ല MCU MPU സെറ്റിംഗ്സ്. ഇവിടെ MCU MPU സെറ്റിംഗ്സ് എന്നിട്ട് സെറ്റിംഗ്സ് ഉണ്ട്. ഇത് ചൂസ് ചെയ്യുക, MCU MPU സെറ്റിംഗ്സ്. അതിനകത്ത് ഇവിടെ ഫ്ലോട്ടിംഗ് പോയിന്റ് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്. അത് ചൂസ് ചെയ്തിട്ട് നൺ ചൂസ് ചെയ്താൽ മതി. നമ്മൾ ഫ്ലോട്ടിംഗ് പോയിന്റ് യൂണിറ്റ് എടുക്കാത്തതുകൊണ്ട് നമുക്കത് നൺ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുക്കാം. ആൻഡ് ഫ്ലോട്ടിംഗ് പോയിന്റ് API എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്. ഇത് ചൂസ് ചെയ്തിട്ട് ഞാൻ വെറുതെ സോഫ്റ്റ്വെയർ ഇംപ്ലിമെന്റേഷൻ കൊടുക്കുകയാണ്. ഓക്കെ, ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ഞെക്കാം. അപ്ലൈ ഞെക്കിയിട്ട് ഓക്കെ സം ബിൽഡ് ചേഞ്ചസ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ റീബിൽഡ് ഇൻഡെക്സ് കൊടുക്കാം. അപ്ലൈ ചേഞ്ചസ് കൊടുത്തതിന് ശേഷം അപ്ലൈ ആൻഡ് ക്ലോസ്. ഓക്കെ, അപ്ലൈ റീബിൽഡ് ഇൻഡെക്സ്, അപ്ലൈ ആൻഡ് ക്ലോസ്. ഓക്കെ, ഇത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമുക്കൊന്ന് ഇവിടെ പോവാം. ഇവിടെ പോയിട്ട് ഞാൻ വീണ്ടും ബിൽഡ് പ്രൊജക്റ്റ് കൊടുക്കുകയാണ്. സോ ബിൽഡ് പ്രൊജക്റ്റ് കൊടുത്തപ്പോൾ എനിക്ക് 0 എറേഴ്സ് ആൻഡ് 0 വാർണിംഗ്സ് വന്നു. സോ ഇങ്ങനെയാണ് നമുക്ക് ബേസിക്കലി ഒരു വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് നമ്മൾ എന്ത് ചെയ്യുന്നത്, എന്താ പറയുക, ബിൽഡ് ചെയ്യുന്നത് നമ്മളുടെ STM32 ക്യൂബിനകത്ത്. ഓക്കെ, പിന്നെ നമുക്ക് ഇനി ഇത് ചെയ്യാനായിട്ട് നമ്മുടെ ബോർഡിനകത്തോട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യാനില്ല. അതായത് നമ്മുടെ ബോർഡ് എടുക്കുക. ഈ ബോർഡിനകത്തോട്ട് നിങ്ങൾ ഈ കേബിൾ കണക്ട് ചെയ്യുക. ബോർഡിനകത്തോട്ട് ഇതേപോലെ നിങ്ങളുടെ കേബിൾ കണക്ട് ചെയ്യുക. ആൻഡ് ഇത് നമ്മുടെ USB-നകത്തോട്ടും കണക്ട് ചെയ്തിടുക. USB-നകത്തോട്ടും കണക്ട് ചെയ്തിടാം. USB-കകത്തോട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ലൈറ്റ് കത്തുന്നുണ്ടാവും ഇതിനകത്ത്. സോ ഇത് ഓൾറെഡി ബിൽഡ് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റ് ആണ്. സോ ഞാനിതിവിടെ വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡീബഗ് ഗ്യാസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഡീബഗ് ഗ്യാസ് എന്നുള്ള ഓപ്ഷനിൽ പോവുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീബഗ് കോൺഫിഗറേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കോൺഫിഗറേഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. C++ അപ്ലിക്കേഷൻ, അതേപോലെ തന്നെ ഇവിടെ അതിൻ്റെ കോൺഫിഗറേഷൻസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യാണ്. അഗെയിൻ ഞാനിത് ക്ലിക്ക് ചെയ്യുന്നു. ഡീബഗ് ഗ്യാസ് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതേപോലൊരു വിൻഡോ വരും. ഇതുപോലത്തെ ഒരു വിൻഡോനകത്ത് പോയിട്ട് ഡീബഗർ ചൂസ് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങളുടെ ഡീബഗ് പ്രോബ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ഈ ST-Link ചൂസ്ഡ് അല്ലേ എന്നുള്ളത് വെരിഫൈ ചെയ്യുക. ആൻഡ് ഇൻ്റർഫേസ് SWD കൊടുക്കുക. ഇൻ്റർഫേസ് SWD കൊടുക്കുക. വേറെ പ്രത്യേകിച്ചൊന്നും ഇതിനകത്ത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. ഓക്കെ, അപ്ലൈ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ആൻഡ് അത് ബിൽഡ് ആവും. വെയിറ്റിംഗ് ഫോർ ഡീബഗർ കണക്ഷൻ. സോ ഡൗൺലോഡ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നു. ആൻഡ് സ്വിച്ച് ടു ദ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടാവും. അത് കൺഫേം കൊടുക്കുക. ഡീബഗ് മോഡിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അത് വേണമെങ്കിൽ റിമെമ്പർ ബൈ ഡിസിഷൻ കൊടുത്തിട്ട് സ്വിച്ച് കൊടുക്കുക. സോ ഇത് എന്ത് പോവും, നമ്മുടെ ഡീബഗ് മോഡിനകത്തോട്ട് പോകും. സോ ഇങ്ങനെയാണ് നമ്മൾ ഈ ബോർഡിനകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യുക. അപ്പോൾ ഇതായി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് കാണാം. സോ ഇങ്ങനെയാണ് നമ്മൾ ഇതിനകത്തോട്ട് പ്രോഗ്രാംസ് അപ്ലോഡ് ചെയ്യുന്നത്.
ഇങ്ങനെയാണ് നമ്മൾ വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നതും നമ്മൾ കമ്പൈൽ ചെയ്യുന്നതും അതേപോലെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതും. പിന്നെ ഇവിടെ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് സ്റ്റോപ്പ് ചെയ്യാം, ടെർമിനേറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതിനകത്തോട്ട് അപ്ലോഡ് ചെയ്ത് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇത് ഞാൻ ഇവിടെ പോയിട്ട് ടെർമിനേറ്റ് ചെയ്യുന്നു. സോ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. നിങ്ങളത് സക്സസ്ഫുള്ളി അപ്ലോഡ് ആയി കഴിഞ്ഞാൽ ഡൗൺലോഡ് വെരിഫൈഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് ഇവിടെ വരും. സോ അതൊന്ന് ചെക്ക് ചെയ്യുക. അടുത്ത സെഷനകത്ത് നമുക്ക് ഇതിനകത്തൊരു ബേസിക് കോഡ് എഴുതാം, ഒരു ഹലോ വേൾഡ് കോഡ് നമുക്ക് എഴുതിയിട്ട് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ എവരിവൺ, താങ്ക് യു.